إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിലെ ഇബാദത്തുകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് രണ്ട് സവിശേഷമായ ആഘോഷ സന്ദർഭങ്ങളാണുള്ളത്. ഒന്ന് പരിശുദ്ധമായ റമദാനിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കടന്നു വരുന്ന ഈദുൽ ഫിത്റും പരിശുദ്ധമായ ഹജ്ജിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കടന്നു വരുന്ന ഈദുൽ അദ്ഹായും. ഈ രണ്ട് ആഘോഷ സുദിനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും കടന്നു വരുന്നത് രണ്ട് പ്രധാനപ്പെട്ട ആരാധനകൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിലെ ആഘോഷ സന്ദർഭങ്ങൾ ആരാധനയുടെ ചൈതന്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രണ്ട് ആഘോഷ സന്ദർഭങ്ങൾ തന്നെയാണ്. ഇവിടെ 29 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നമ്മൾ ഈ ഈദ് സുദിനത്തിൽ ഒത്തൊരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാനിന്റെ ദിനരാത്രങ്ങൾ നോമ്പ് എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ ആരാധനാ കർമ്മങ്ങളാൽ നമ്മൾ ധന്യമാക്കി. ഈ റമദാനിൽ ധാരാളമായി വിശുദ്ധ ഖുർആനുമായി അടുക്കുവാനുള്ള ഒരു അവസരം നമ്മളെല്ലാവരും സൃഷ്ടിക്കുകയുണ്ടായി. ധാരാളമായി ദാനധർമ്മങ്ങളിൽ പലരും ഏർപ്പെടുകയുണ്ടായി. അതേപോലെ തന്നെ രാത്രി തറാവീഹ് നമസ്കാരത്തിലും വ്യാപൃതരായി. അങ്ങനെ അനവധി ആരാധനാ കർമ്മങ്ങളും പുണ്യങ്ങളും ഈ റമദാനിന്റെ ഭാഗമായി നേടിയെടുക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ പെരുന്നാൾ സുദിനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ സഹാബത്തിന്റെയും പ്രധാനപ്പെട്ട ആകുലത എന്ന് പറയുന്നത് നമ്മൾ നിർവഹിച്ച ആരാധനാ കർമ്മങ്ങൾ അത് അള്ളാഹു സ്വീകരിക്കുമോ എന്നതിനെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളവും ഈ സുദിനത്തിൽ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ആലോചനകളും തേട്ടങ്ങളുമാണ് ഈ സുദിനത്തിൽ ധാരാളമായി ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും നമ്മുടെ രാത്രി നമസ്കാരങ്ങളും നമ്മുടെ ദാനധർമ്മങ്ങളും അതേപോലെ തന്നെ നമ്മൾ നടത്തിയ ധാരാളക്കണക്കിനായ പുണ്യപ്രവർത്തനങ്ങളുമെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയതിനെ കുറിച്ച് പറഞ്ഞു തരുന്ന സന്ദർഭത്തിൽ എന്താണ് നോമ്പ് കൊണ്ട് നാം നേടിയെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള സൂചന നൽകുന്നുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ തഖ്വയുള്ളവരായി തീരുന്നതിന് വേണ്ടിയാണ് അല്ലാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ബഖറയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചന നടത്തേണ്ടത്, നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ടത്, ആ തഖ്വ നേടിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ്. റമദാനിനെ സംബന്ധിച്ചിടത്തോളം, നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് നമ്മുടെ പകലിനെ നമ്മൾ ധന്യമാക്കി. ഭക്ഷണ പാനീയങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരുന്നു. ധാരാളക്കണക്കിന് പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനും അത് നേടിയെടുക്കുവാനും നമ്മൾ ബദ്ധശ്രദ്ധരായിരുന്നു. ആ നിലക്ക് നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ സ്ഫുടം ചെയ്തെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ നേടിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന അന്വേഷണമാണ് ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകേണ്ടത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. തഖ്വ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഈ 29 ദിവസങ്ങൾ നമ്മളിൽ നിന്ന് അവസാനിച്ച് പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മാസത്തിലും വരുന്ന മാസങ്ങളിലും നമ്മുടെ ജീവിതത്തിന് കരുത്തേകാൻ പാകത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മത, ഭയഭക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്ന അന്വേഷണം നമ്മൾ നടത്തണം. ഭക്ഷണ പാനീയങ്ങൾ നമുക്ക് ഹലാലായ സംഗതിയാണ്. ഹലാലായ ഭക്ഷണം കഴിക്കുന്നതിന് ഇസ്ലാമിൽ വിരോധമില്ല. പക്ഷേ ഭക്ഷണ പാനീയങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിന്നു. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എന്തിനു വേണ്ടിയായിരുന്നു അത്? നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതിന് വേണ്ടി. അള്ളാഹു നമുക്ക് നോമ്പിനെ കുറിച്ച് ധാരാളക്കണക്കിന് വിധിവിലക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വിധിവിലക്കുകളെ പൂർണ്ണാർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് അള്ളാഹു നമ്മോട് ഭക്ഷണ പാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ നിന്ന് വിട്ടുനിന്നു. ആ ഒരു വിട്ടുനിൽക്കലിലൂടെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം നമ്മൾ പാകപ്പെടുത്തുവാൻ ശ്രമിച്ചു. ആ ശ്രമപ്പെടുത്തലുകളുടെ ഫലമെന്നോണം നമ്മുടെ ആന്തരികമായി നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുവാൻ കൂടി നമുക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് റമദാൻ കൊണ്ട് അള്ളാഹു നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തഖ്വയെക്കുറിച്ചുള്ള വീണ്ടും വിചാരങ്ങൾ ഈ പെരുന്നാളിന്റെ സുദിനത്തിലും നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഊർജം പകരുന്ന തരത്തിൽ തഖ്വ നമ്മുടെ ജീവിതത്തെ സമൂലമായി പരിവർത്തിപ്പിച്ചിട്ടുണ്ടോ എന്ന ആലോചന ഈ സമയത്ത് ഒന്നാമതായി നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാവേണ്ടതുണ്ട്. നമ്മൾ ഈ പെരുന്നാൾ സുദിനത്തിൽ ധാരാളമായി തക്ബീർ മുഴക്കുകയുണ്ടായി. ഇന്നലെ മാസപ്പിറവി ദൃശ്യമായ സമയം മുതൽ നമ്മൾ തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തുടനീളമുള്ള വിശ്വാസി സമൂഹം തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഈ പെരുന്നാൾ സുദിനത്തിൽ ഒത്തൊരുമിച്ചുകൊണ്ട് പ്രധാനമായി നടത്തുന്ന ഒരു പുണ്യകർമ്മം എന്ന് പറയുന്നത് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ അള്ളാഹു അക്ബറിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയേണ്ടതുണ്ട്. എന്താണ് അള്ളാഹു അക്ബർ? അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു ആണ് വലിയവൻ എന്നല്ല, അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. എന്താണ് അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം? എന്താണ് അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം? അതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ, അവന്റെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ തീർച്ചയായും ഉൾക്കൊള്ളേണ്ട, അവന്റെ ജീവിതത്തിന് വെളിച്ചം പകരേണ്ട ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത്. അഥവാ എനിക്ക് മറ്റെന്തിനേക്കാളും പ്രിയം, എനിക്ക് മറ്റെന്തിനേക്കാളും ഇഷ്ടം അള്ളാഹുവിനെയാണ് എന്നാണ് വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും എന്ന് തുടങ്ങിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. വിശ്വാസികളെ, പ്രവാചകരെ പറയുക, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ, നിങ്ങളുടെ ഇണകളെക്കാൾ, നിങ്ങളുടെ ബന്ധുക്കളെക്കാൾ, നിങ്ങൾ മാന്ദ്യം നേരിടുമെന്ന് പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ കച്ചവടത്തെക്കാൾ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങളുടെ വീടുകളെക്കാൾ അള്ളാഹുവും
അവന്റെ പ്രവാചകനും അവന്റെ മാർഗത്തിലുള്ള ജിഹാദും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകുന്നില്ല എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയങ്ങൾ നിങ്ങൾ ഭയപ്പെടുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. അഥവാ നമുക്ക് മറ്റെന്തിനേക്കാളും ഇഷ്ടം അള്ളാഹുവിനെ ആവണം, നമുക്ക് മറ്റെന്തിനേക്കാളും വില അള്ളാഹുവിനെ ആയിരിക്കണം. കാരണം ദുനിയാവിലുള്ളതെല്ലാം നശ്വരമാണ്, ഇവിടെയുള്ളതെല്ലാം നശിച്ചു പോകും. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് ഇഷ്ടമുണ്ട്, നമ്മുടെ ഇണകളോട് ഇഷ്ടമുണ്ട്, മക്കളോട് ഇഷ്ടമുണ്ട്, കച്ചവടത്തോട് പ്രിയമുണ്ട്, ധനത്തോട് പ്രിയമുണ്ട്, നമ്മൾ കെട്ടിയുണ്ടാക്കിയ പാർപ്പിടങ്ങളോട് നമുക്ക് ഇഷ്ടമുണ്ട്. പക്ഷേ അതെല്ലാം ഇവിടെ നശിച്ചു പോകുന്നതാണ്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ഉടയ തമ്പുരാനാണ്. ആ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസ വഹിക്കുക എന്നുള്ളതാണ് അള്ളാഹു അക്ബറിന്റെ താല്പര്യം. നമുക്കറിയാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം, അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ധാരാളക്കണക്കിന് യുദ്ധത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ബദറിന്റെ യുദ്ധക്കളത്തെ കുറിച്ച് നമുക്കറിയാം. വിശ്വാസികൾ ഒരു ഭാഗത്ത് അണിനിരന്നു, മറുഭാഗത്ത് അവിശ്വാസികളും അണിനിരന്നു. അവിടെ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ അണിനിരന്നപ്പോൾ എതിർപക്ഷത്ത് അവർക്ക് നേരിടാനുണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ അവരുടെ പിതാക്കൾ ഉണ്ടായിരുന്നു, പലരുടെയും സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, പലരുടെയും മക്കളുണ്ടായിരുന്നു, പലരുടെയും ഉറ്റവരുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവരെ ആ യുദ്ധമുഖത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. അവർ ശക്തിയുക്തം ആ യുദ്ധമുഖത്ത് തന്നെ നിലയുറപ്പിക്കുകയാണ്. എന്തായിരുന്നു കാരണം? അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, ഞങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസാ വഹിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് ഞങ്ങൾക്കത് തടസ്സമല്ല എന്ന് വിശ്വാസികൾ പ്രഖ്യാപിക്കുകയാണ്. അതായിരുന്നു സഹാബത്തിൽ നിന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള നമുക്കുള്ള പാഠം എന്ന് പറയുന്നത്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ കൽപ്പനകളായിരിക്കണം, അള്ളാഹുവിന്റെ വിധിവിലക്കുകളായിരിക്കണം. എങ്കിൽ മാത്രമേ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് നമ്മൾ ഇവിടെ ഉച്ചത്തിൽ മുഴക്കുന്നതിന്റെ ആത്മാവിനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. റമളാനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അപ്രകാരം ആജ്ഞാപിക്കുന്നത്. നിങ്ങൾ തക്ബീർ മുഴക്കുക. എന്തിനു വേണ്ടിയാണത്? അലാമ ഹദാക്കും, നിങ്ങളെ ഹിദായത്തിലാക്കിയതിന്റെ പേരിൽ. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. മുസ്ലിമായി ജീവിക്കുവാൻ, മുസ്ലിമായി ജനിക്കുവാൻ. നമ്മളിൽ പലരും മുസ്ലിമായ മാതാപിതാക്കളുടെ മക്കളായിട്ടായിരിക്കും ഇവിടെ പൂജാതരായത്. അത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. അതല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ വെളിച്ചം തിരിച്ചറിയുവാനും അത് സ്വീകരിക്കുവാനും കഴിഞ്ഞവരായിരിക്കും അല്ലാത്തവർ. അത് അള്ളാഹു നമുക്ക് നൽകിയ വളരെ വലിയൊരു അനുഗ്രഹമാണ്. ലോകത്ത് നിങ്ങൾ നോക്കൂ, ഒരുപാട് ആളുകൾ, ഇസ്ലാമിന്റെ വെളിച്ചം കണ്ടെത്താൻ കഴിയാത്ത ധാരാളക്കണക്കിന് ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിക്കാത്ത ആളുകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഹിദായത്ത് ലഭിച്ച, അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗദർശനം ലഭിച്ച ആളുകളാണ് നമ്മൾ. നോക്കൂ, കൃത്യമായ മാർഗദർശനം. ആരാണ് അള്ളാഹു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, മരണശേഷം നമ്മുടെ ജീവിതം എന്തായിരിക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം, നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമുള്ള കൃത്യമായ മാർഗദർശനം നമുക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച കൃത്യമായ ഹുദയാണത്. ആ ഹുദക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിന് നന്ദി പറയുക. നമ്മൾ ഈ തക്ബീർ മുഴക്കുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ആ ഹിദായത്തിന്റെ പേരിൽ കൂടിയാണ്. അത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇസ്സത്ത് പകരുന്നത്, നമുക്ക് പ്രതാപം പകരുന്നത്, നമുക്ക് ആദരവ് പകരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്സത്തിനെ ഏറ്റുപിടിക്കുവാൻ ഈ പെരുന്നാൾ സുദിനത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ആലോചനകൾ ഉണ്ടാകേണ്ടതുണ്ട്. മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിക സൗജ്ഞം ഷാം കീഴടക്കിയ സമയത്ത് ഇസ്ലാമിക ഭരണാധികാരി എന്ന നിലയിൽ ഷാമിലേക്ക് പോകുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ സിറിയയും ഫലസ്തീനും എല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ ഭൂപ്രദേശമാണ് ഫലസ്തീൻ. നേരത്തെ പേർഷ്യക്കാരുടെയും റോമക്കാരുടെയും ഒക്കെ കൈവശമുണ്ടായിരുന്ന വളരെ വലിയ നാഗരികതയുടെ സഞ്ചയമായിരുന്നു യഥാർത്ഥത്തിൽ ഷാം എന്ന് പറയുന്നത്. ആ ഷാമിലേക്ക് മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് നടന്നു പോകുന്ന സന്ദർഭം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഖലീഫ
പോകുന്നത് ഒരു ഒട്ടകത്തിന്റെ പുറത്താണ്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ മഹാനായ സഹാബി വര്യൻ അബൂ ഉബൈദത്തുൽ ജറാഹും ഉണ്ടായിരുന്നു. അവരിങ്ങനെ പോവുകയാണ്. എന്നിട്ട് ഷാമിലേക്ക് പോകുന്ന വഴിയെ അവർക്ക് മുന്നിൽ ഒരു നദി വരികയാണ്, ഒരു വലിയ കിടങ്ങ്. അത് മുറിച്ച് കടക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കാല്, അദ്ദേഹം ധരിച്ചിരുന്ന ഉറ അദ്ദേഹം ഊരുകയാണ്. കാലുറ നേരെ ഒട്ടകത്തിന്റെ മേലെ വെച്ചുകൊണ്ട് ഒട്ടകത്തിന്റെ മൂക്ക് കയർ പിടിച്ചുകൊണ്ട് അദ്ദേഹം ആ ജലാശയത്തിന് കുറുകെ മുറിച്ചു കടക്കുകയാണ്. ആ സമയത്ത് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഉമർ, അല്ലയോ ഖലീഫ, താങ്കൾ ഇപ്രകാരം നടന്നു പോകുന്നത് ഈ പരിസര പ്രദേശങ്ങളിലെ ഗ്രാമവാസികൾ കാണുന്നതിനെ ഞാൻ ഭയപ്പെടുകയാണ്. താങ്കളുടെ പ്രതാപത്തെ കുറിച്ച് അവർ ചിലപ്പോൾ സംശയാലുവായേക്കാം. ആരാണ് ഉമർ? ഇസ്ലാമിക സമൂഹത്തിന്റെ നേതാവാണ്, ഭരണാധിപനാണ്, വിശാലമായ ഭൂവിസ്തൃതിയുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ അധിപനാണ്. ആ സമൂഹത്തിന്റെ ഭരണാധികാരി ഒരു ഒട്ടകത്തിന്റെ കയർ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലറ ഒട്ടകത്തിന്റെ മേലെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നത് എനിക്കൊരു കുറച്ചിലുണ്ടായി പോകുന്നു എന്ന് അബൂ ഉബൈദ പറഞ്ഞ സന്ദർഭത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്ന ചില വാചകങ്ങളുണ്ട്. അത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ വാചകങ്ങളാണ്. ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദയോട് പറയുകയാണ്, അല്ലയോ അബൂ ഉബൈദ, താങ്കളെക്കാൾ വിവരം കുറഞ്ഞ മറ്റു വല്ലവരുമാണ് ഇത് പറഞ്ഞിരുന്നത് എങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. താങ്കൾ ഇത് പറഞ്ഞത് എന്നെ വല്ലാതെ വേദനപ്പെടുത്തിയെന്ന് ഉമർ അദ്ദേഹത്തോട് പറയുകയാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുകയാണ്, അല്ലയോ അബൂ ഉബൈദ, നാം ആരായിരുന്നു? ഇന്നാ കുന്ന അതല്ല ഖൗമിൻ, ആരായിരുന്നു ഞങ്ങൾ? ജാഹിലിയത്ത് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഇസ്ലാമിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉമർ അടക്കമുള്ള സഹാബികൾ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു അത്. ലോകത്തെ ഏറ്റവും മ്ലേച്ഛമായ, ഏറ്റവും അധമരായ ഒരു സമൂഹമായിരുന്നു ഞങ്ങൾ. ഏറ്റവും വൃത്തികെട്ട ജനസമൂഹം, മനുഷ്യ സമൂഹത്തിൽ സംസ്കൃതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു ജനസമൂഹം. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഉന്നതമായ നാഗരികതകൾ വികസിച്ചപ്പോഴും ഉന്നതമായ സംസ്കൃതികൾ വികസിച്ചപ്പോഴും അതൊന്നും തൊട്ടു തീണ്ടാത്ത ഒരു ജനഗതിയായിരുന്നു നമ്മൾ. അവിടെ നിന്ന് ഇസ്ലാം നമ്മെ അല്ലാഹു പ്രതാപമുള്ളവരാക്കി. ഇസ്ലാമിനാൽ നമ്മെ അല്ലാഹു പ്രതാപമുള്ളവരാക്കി. അഥവാ ഏറ്റവും അധമരായിരുന്ന നമ്മെ ഇസ്ലാമിലൂടെ അല്ലാഹു ഏറ്റവും ഉന്നതരാക്കി തീർത്തു എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇസ്ലാമല്ലാത്ത മറ്റെന്തിനെങ്കിലുമാണ് നമ്മൾ ഈ പ്രതാപത്തെ കണ്ടെത്തുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നേരത്തെ നമ്മെ എങ്ങനെയായിരുന്നു അധമരാക്കിയിരുന്നത് അതുപോലെ നമ്മെ അധമരാക്കും എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പ്രതിവചിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നമുക്ക് അഭിമാനമാണ്. ഇസ്ലാം നമുക്ക് അഭിമാനമാണ്. അതാണ് നമുക്ക് പ്രതാപത്തെ നൽകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മുടെ അസ്തിത്വത്തെ പല നിരക്കും വെല്ലുവിളികൾ നമ്മൾ അഭിമുഖീകരിച്ചേക്കാം. പക്ഷേ മറ്റെന്തിനേക്കാളും ഇസ്ലാമാണ് നമുക്ക് അഭിമാനം പകർന്നു തരുന്നത്. ഇസ്ലാമാണ് നമുക്ക് ഇസ്സത്ത് പകർന്നു തരുന്നത്. ആ ഇസ്സത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. മറ്റെന്തെങ്കിലുമാണ് നമ്മൾ ഇസ്സത്ത് എന്ന് കരുതി അതിലേക്ക് പോകുകയാണ് എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കൈവിടുക തന്നെ ചെയ്യും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമാണ് നമുക്ക് ഹിദായത്ത്, ഇസ്ലാമാണ് നമുക്ക് ഇസ്സത്ത്. അല്ലാഹും അവന്റെ പ്രവാചകനും എന്താണോ നമുക്ക് പറഞ്ഞു തന്നത് അതിനെ മുറുകെ പിടിക്കുക. എന്താണോ ഹലാൽ അതിനെ സ്വീകരിക്കുക. എന്താണോ ഹറാം ആ ഹറാമിനെ ഉപേക്ഷിക്കുക. അതാണ് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ഉന്നതമായ വഴി. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പരീക്ഷണത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽ ഹലാൽ
ഹലാലിനെ ഹറാമാക്കുന്ന, ഹറാമുകളെ ഹലാലാക്കുന്ന ഒരു കാഴ്ച നമുക്ക് ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ സമൂഹം, നമ്മുടെ പൂർവ്വഗാമികൾ ഹലാലാക്കി നമുക്ക് പഠിപ്പിച്ചു തന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്. അതിനെ പലപ്പോഴും അനുവദനീയമെന്നോ അത് പ്രവർത്തിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നോ തരത്തിലുള്ള ധാരണകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ പറയുന്നു, എന്താണ്, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ, പിന്നെ എന്താണ് പ്രശ്നം? ഭൂരിപക്ഷം ചെയ്യുന്നു എന്നതിന്റെ പേരിൽ ഹറാമുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പലപ്പോഴും സാമ്പത്തികമായ ധന്യത മുസ്ലിം സമൂഹത്തിന്റെ ഈ ഉന്നതമായ മൂല്യബോധത്തെ ആഴത്തിൽ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹറാമുകളെ കുറിച്ച് ലവലേശം ബോധമില്ലാതെ അതിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച പലപ്പോഴും നമ്മുടെ യുവാക്കളുടെ ഇടയിൽ പ്രത്യേകിച്ചും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായ രംഗത്ത് പ്രത്യേകിച്ചും നമ്മുടെ മൂല്യബോധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ ചുറ്റിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തഖ്വയെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. തഖ്വ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. നമ്മൾ എവിടെയായാലും ആരുടെ മുമ്പിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മെ ആർക്കറിയില്ലെങ്കിലും തഖ്വയെ മുറുകെ പിടിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ ഭയഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബത്തിന് ഒരു കാര്യം വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയുകയാണ്, ഖിയാമത്ത് നാളിൽ തിഹാമ പർവ്വതത്തോളം വലിയ പുണ്യവുമായി ചില ആളുകൾ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് വരികയാണ്. തിഹാമ പർവ്വതം എന്ന് പറയുന്നത് ഇന്നത്തെ സൗദി അറേബ്യയുടെ യമനിലെല്ലാം വിശാലമായി കിടക്കുന്ന വളരെ വലിയ പർവ്വത നിരയാണ്. ആ തിഹാമ പർവ്വതത്തോളം വലിയ പുണ്യവുമായി ചില ആളുകൾ നാളെ അന്ത്യനാളിൽ ഹാജരാക്കപ്പെടും. എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്? അവർ നിങ്ങളെപ്പോലെ രാത്രിയിലടക്കം ഇബാദത്ത് നടത്തിയ ആളുകളാണ്, രാത്രിയിലടക്കം ആരാധന കർമ്മങ്ങൾ നിർവഹിച്ച ആളുകളാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവരുടെ ആ പുണ്യകർമ്മങ്ങളെ ധൂളി സമാനം പറത്തപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാവുകയാണ്. നമ്മൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊടി പിടിച്ച് കണക്കുന്ന ഈ പൊടിയുണ്ടല്ലോ, ഈ പൊടി പോലെ അവരുടെ പുണ്യകർമ്മങ്ങൾ ഛിന്ന ഭിന്നമാവുകയാണ്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പ്രവാചകരോട് ചോദിക്കുകയാണ്, പ്രവാചകരെ ആരാണവർ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വിശേഷണം പറഞ്ഞു കൊടുക്കുകയാണ്. അവർ നിങ്ങളെപ്പോലെയുള്ളവരാണ്, രാത്രി നിന്ന് നമസ്കരിച്ചവരാണ്, ധാരാളക്കണക്കിന് ഇബാദത്തുകൾ നിർവഹിച്ച ആളുകളാണ്. പക്ഷേ അവർക്കൊരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? അവർ ഒറ്റക്കാകുന്ന സന്ദർഭത്തിൽ അവർ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ലംഘിക്കുന്നവരാണ്. അഥവാ അവർ ഒറ്റക്കാകുന്ന സന്ദർഭങ്ങളിൽ അവർ ഹറാമിലേക്ക് പോകുന്നവരാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിശേഷണമായി സഹാബത്തിനെ പറഞ്ഞു കൊടുക്കുന്നത്. സഹോദരന്മാരെ, നമ്മൾ ഒറ്റക്കായിരുന്നാലും കൂട്ടത്തിലായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഹറാമിലേക്ക് പോകാതെ ഹറാമിന്റെ വാതിലുകൾ കൊട്ടിയടക്കുവാൻ ഈ റമദാനിൽ നമ്മൾ നേടിയെടുത്ത തഖ്വ നമുക്ക് ഉപകരിക്കേണ്ടതുണ്ട്. ജീവിതത്തിലുടനീളം തഖ്വയെ മുറുകെ പിടിക്കുക. ഇത്തഖുല്ലാ എന്ന് ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്, അത്തഖ്വ ഹാഹുന എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം അദ്ദേഹത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുകയുണ്ടായി. തഖ്വ എന്ന് പറയുന്നത് നമുക്കാരെയും കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒന്നല്ല, നമ്മുടെ ഹൃദയാന്തരാളത്തിലുള്ളതാണ്. അതിന്റെ ജീവിതത്തിലുടനീളം അതിനെ പരിപോഷിപ്പിക്കുവാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തിയാൽ നമ്മുടെ ജീവിതത്തെ സമുദ്ധരിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെ വിശുദ്ധ റമദാൻ ഇവിടെ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ തഖ്വയെ കുറിച്ചുള്ള, തഖ്വയെ ഇനിയുള്ള ജീവിതത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ആലോചനകളാവണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബത്തിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്.
ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണയായി മതപരമായ വിഷയങ്ങളിൽ അവർക്കുള്ള ബോധനം നൽകുന്നതിന് വേണ്ടി, അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി പലപ്പോഴും സമയം ചെലവഴിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അല്ലയോ സഹാബത്ത്, നിങ്ങൾക്കറിയുമോ ആരാണ് മുഫ്ലിസ്? മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ അതിനെ നമ്മൾ സാധാരണയായി പരിഭാഷപ്പെടുത്താറുള്ളത് പാപ്പർ എന്നാണ്. പാപ്പരായവൻ, ഇംഗ്ലീഷിൽ ബാങ്ക്രപ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. ആരാണ് പാപ്പരായവൻ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമ്പോൾ സഹാബത്ത് പറയുകയാണ്, പ്രവാചകരെ, അതെന്താണ് സംശയം? ഞങ്ങളുടെ കൂട്ടത്തിൽ പാപ്പരായവർ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ സമ്പത്തില്ലാത്ത, ദീർഘമില്ലാത്ത, മുതലില്ലാത്ത ആളുകളെയാണ് ഞങ്ങൾ സാധാരണയായി പാപ്പർ എന്ന് വിളിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രവാചകൻ അവർക്ക് ആരാണ് പാപ്പർ എന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ പാപ്പർ എന്ന് പറയുന്നത് സമ്പത്തില്ലാത്തവനല്ല, കയ്യിൽ പണമില്ലാത്തവനല്ല, മുതലില്ലാത്തവനല്ല, മറിച്ച് നമ്മളെപ്പോലെയുള്ള ആളുകൾ തന്നെയാണ്. അവർ മനുഷ്യർ തന്നെയാണ്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. നോമ്പുകാരാണ്, സ്വലാത്ത് നിർവഹിച്ച ആളുകളാണ്, സ്വതക്ക നൽകിയ ആളുകളാണ്, സകാത്ത് നൽകിയ ആളുകളാണ്, നോമ്പ് നോറ്റ ആളുകളാണ്. പക്ഷേ അവർക്കൊരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? നാളെ പരലോകത്ത് വരുമ്പോൾ അവർ പാപ്പരാണ്. എന്താണ് കാരണം? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ബോധവൽക്കരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റാളുകളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നവരാണ്, മറ്റാളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകളാണ്, ആളുകളെ പരദൂഷണം പറഞ്ഞു നടക്കുന്ന ആളുകളാണ്, അന്യന്റെ മുതൽ അന്യായമായി ഭക്ഷിക്കുന്ന ആളുകളാണ്, അതേപോലെ തന്നെ രക്തം അന്യായമായി ചിന്തുന്ന ആളുകളാണ്, മറ്റുള്ളവരെ അകാരണമായി വേദനിപ്പിക്കുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് പാപ്പരായവർ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നാളെ പരലോകത്ത് ഈ രണ്ടു കൂട്ടരും ഹാജരാക്കപ്പെടും. ആരാണോ ഈ ദുഷ്പ്രവൃത്തി ചെയ്തത് അവരും, ആര് മേലാണോ അവർ പ്രവർത്തിച്ചത് അവരെയും നാളെ പരലോകത്ത് ഹാജരാക്കും. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരാണോ ഈ ദുഷ്പ്രവൃത്തി ചെയ്തത് അവരുടെ നന്മകളെല്ലാം മറ്റേ ആളുകൾക്ക് നൽകും. ആരാണ് അവർ ഇരയാക്കപ്പെട്ടത് അവർക്ക് ഈ നന്മകളെല്ലാം നൽകും. എന്നിട്ട് ഇയാളുടെ നന്മകളെല്ലാം തൂക്കി നന്മകളെല്ലാം അവസാനിക്കുന്ന നേരത്ത് ഇദ്ദേഹത്തിന്റെ തിന്മകൾ, ആരുടെ മേലാണോ ഇദ്ദേഹം ഇരയാക്കപ്പെട്ടത് ആ ഇരയായ ആളുടെ തിന്മകളെല്ലാം ഇദ്ദേഹത്തിന്റെ മേൽ, ഈ തിന്മ ചെയ്ത ആളുടെ മേലും അള്ളാഹു നാളെ കൊണ്ടുവരുമെന്നാണ്. സഹോദരന്മാരെ, ഈ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റമദാനിൽ വളരെ ഉയർന്ന നിലയിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ്. ധാരാളക്കണക്കിന് നമസ്കരിച്ചിട്ടുണ്ടാകും, നോമ്പ് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടാകും, സ്വതക്കകൾ നൽകിയിട്ടുണ്ടാകും, നിർബന്ധവും ഐച്ഛികവുമായ ദാനധർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ടാകും. പക്ഷേ പരലോകത്ത് വരുമ്പോ ഈ പുണ്യകർമ്മങ്ങൾ അതുപോലെ നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഈ ഓർമ്മപ്പെടുത്തലിൽ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആളുകളോട് പെരുമാറുമ്പോൾ, ആളുകളോട് ഇടപഴകുമ്പോൾ മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ യാതൊരു കാരണവശാലും അഭിമാനത്തിന് ക്ഷതം വരുത്തരുത്. ഒരു മുസ്ലിമിന്റെ അഭിമാനം എന്ന് പറയുന്നത് പ്രധാനമുള്ള സംഗതി തന്നെയാണ്. മറ്റാളുകളുടെ പേരിൽ പരദൂഷണം പറഞ്ഞു നടക്കാൻ പാടില്ല, ആളുകളുടെ ധനം അന്യായമായി അപഹരിക്കാൻ പാടില്ല, ആളുകൾ അന്യായമായി മർദ്ദിക്കുവാനോ ശകാരിക്കുവാനോ പാടില്ല എന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തെ നമ്മൾ കൃത്യമായി മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തഖ്വയെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് നമ്മൾ ഈ റമദാനിലും തുടർന്നുള്ള ദിവസങ്ങളിൽ, റമദാനിൽ നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് ആ തഖ്വയോട് കൂടി തുടർന്നുള്ള ദിവസങ്ങളിലും മുന്നേറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പെരുന്നാൾ സന്ദർഭത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായും ആഘോഷത്തിന്റെ സന്ദർഭം തന്നെയാണ്. ഇത് നമുക്ക് ആഘോഷിക്കാനുള്ള സന്ദർഭം തന്നെയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് പറയുന്നതും ഇത് ആഘോഷത്തിന് വേണ്ടിയുള്ളതാണ്. അല്ലാതെ ഇന്നത്തെ ദിവസം സങ്കടപ്പെട്ടിരിക്കാനോ ഡല്ലായിരിക്കുവാനോ വേണ്ടിയുള്ളതല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം
പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഹലാലായ നിലയ്ക്ക് എന്തെല്ലാം ആഘോഷം നമുക്ക് നിർവഹിക്കുവാൻ കഴിയുമോ ആ ആഘോഷങ്ങളിലെല്ലാം നമ്മൾ വ്യാപൃതരാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബന്ധങ്ങൾ ഇണക്കി ചേർക്കുന്നതിന് വേണ്ടിയുള്ള സന്ദർഭമായി ഇതിനെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മുടെ കുടുംബക്കാരെ സന്ദർശിക്കുക, പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കപ്പെട്ട ബന്ധുക്കൾ നമുക്കുണ്ടോ അവരെ പ്രത്യേകമായി കാണുവാനും സന്ദർശിക്കുവാനും കുടുംബ ബന്ധം ഇണക്കി ചേർക്കുവാനും പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവനല്ല എന്ന്. ആ ബോധ്യം ഈ സമയത്ത് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇതിനെ നല്ലൊരു സന്ദർഭമായി സ്വീകരിക്കുക. നമ്മളിൽ നിന്ന് പിണങ്ങി നിൽക്കുന്ന നമ്മുടെ കുടുംബക്കാർ, സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി ബന്ധം അതിനെ കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടി, സുദൃഢമാക്കുന്നതിന് വേണ്ടി പെരുന്നാളിന്റെ സന്ദർഭത്തെ നമ്മൾ ഉപകരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വീടകങ്ങൾ സന്തോഷത്തിന്റെ, സൗഹൃദത്തിന്റെ, ആനന്ദത്തിന്റെ ഒരു ഇടമാക്കി മാറ്റാൻ ഈ പെരുന്നാളിന് കഴിയേണ്ടതുണ്ട്. ഹലാലായ രീതിയിലുള്ള കളികൾ, വിനോദങ്ങൾ വീടുകളിൽ ആവാവുന്നതാണ്. ഇസ്ലാം നിശ്ചയിച്ച പരിധികൾക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള കളികൾ, പാട്ടുകൾ അത് ഈ പെരുന്നാൾ സുദിനത്തിലാകാവുന്നതാണ്. ഹലാലായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ സുദിനത്തിൽ ആയിഷ ബീവി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ട്. ആയിഷ ബീവി തന്നെയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അവർ പറഞ്ഞു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ വിളിച്ചതാണോ അതല്ല ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അന്ന് മദീനത്തെ പള്ളിയിൽ അബസീനിയയിൽ നിന്ന് വന്ന ചില ആളുകൾ അവരുടെ കുന്തവും പരിചയമൊക്കെയായിട്ട് അവരുടെ ഒരു ആയോധന കല അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ആളുകൾ എന്നെ കാണുന്നതിൽ നിന്ന് മറയായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നു. എന്നിട്ട് ഞാൻ എന്റെ മുഖം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തോട് ചേർത്ത് വെച്ച് നിന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിന്റെ മുകളിലായി ആയിഷ ബീവി മറ്റാളുകൾ കാണുന്നതിനെ തടഞ്ഞായി നിന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ അബിസീനിയയിൽ വന്ന ആളുകളുടെ ആ അഭ്യാസം കണ്ടുവെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. പെരുന്നാൾ സുദിനത്തിൽ ഇങ്ങനെയുള്ള ആസ്വാദനങ്ങൾ ആകാവുന്നതാണ്. ഇങ്ങനെയുള്ള വിനോദങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനെ ആസ്വദിക്കുന്നതിന് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളോ അത് ഇസ്ലാം ഹലാലാക്കിയ കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സുന്നത്ത് എന്ന് പറയുന്നത്. അതേ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആഘോഷം എന്ന് പറയുന്നത് ഒരിക്കലും അതിൽ കടക്കുവാൻ പാടുള്ളതല്ല. യാതൊരു തരത്തിലും ഇത് അതിര് കടക്കാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ആഘോഷം എന്നതിന്റെ അതിർവരമ്പുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആഘോഷം എന്നത് പരിധി ലംഘിക്കുന്നതിനുള്ള ഒരു അവസരമായി മാറുകയാണ്. പ്രത്യേകിച്ച് മദ്യവും മയക്കുമരുന്നുമെല്ലാം ആഘോഷത്തിന്റെ നിർവചനങ്ങളായി നമ്മുടെ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള ജാഗ്രത വേണം. നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത് അതല്ല. അതേപോലെ തന്നെ ആഘോഷ സന്ദർഭങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വേഷഭൂഷാദികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും വേഷത്തിന്റെ കാര്യത്തിൽ നമ്മുടെ സമൂഹം പലപ്പോഴും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിന്റെ വേഷത്തെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പുരുഷന്റെയും സ്ത്രീയുടെയും വേഷം കൃത്യമായി വിവച്ഛേദിച്ച് തന്നിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇറുകിയ വേഷം ഇന്ന് സമൂഹത്തിൽ ഒരു ഫാഷനായി, ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഫാഷന് പുറകെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം യുവതികളും കുട്ടികളും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ സംജാതമായി കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായി ബോധവാന്മാരാവുക. ഈ ആഘോഷ സന്ദർഭത്തെ പൂർണ്ണമായി ഇസ്ലാമികവൽക്കരിച്ചുകൊണ്ട് ആഘോഷത്തെ ആഘോഷമായി തന്നെ നമ്മൾ കാണുക. ഇസ്ലാം നിശ്ചയിച്ച ഹലാലായ നിലക്ക് ഈ ആഘോഷ ദിനത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആഘോഷിക്കുവാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പെരുന്നാളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രധാനപ്പെട്ട സുന്നത്ത് എന്ന് പറയുന്നത് ദാനധർമ്മമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ് പെരുന്നാൾ സുദിനത്തിൽ ധാരാളമായി ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. പ്രവാചകൻ സ്ത്രീകളുടെ ഭാഗത്ത് പ്രത്യേകമായി പോയി അപ്രകാരം പറയാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ നമ്മുടെ ഈ ഈദ്ഗാഹിലെ കലക്ഷൻ എന്ന് പറയുന്നത് IMBക്ക് വേണ്ടിയിട്ടുള്ളതാണ്. IMBയെ സംബന്ധിച്ചിടത്തോളം നിരാലംബരായ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ പരിചരിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ഉന്നതമായ ഒരു സംവിധാനമാണ്. അതിനു വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഈദ്ഗാഹിലെ കലക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും
ഉദാരമായി നിങ്ങളുടെ ദാനധർമ്മങ്ങൾ നിർവഹിക്കണമെന്ന് ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മുടെ ഖിയാമുകളും നമ്മുടെ തിലാവത്തുമെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, അവരുടെ ഖബർ ജീവിതം, അവരുടെ ബർസഖി ജീവിതം, അവരുടെ പരലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമുള്ളതാക്കുമാറാകട്ടെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മളിൽ കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന, ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ പ്രയാസം അല്ലാഹു ദൂരീകരിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, ഇന്ന് ഈ പെരുന്നാൾ സന്ദർഭത്തിൽ പോലും ഇവിടെ പങ്കെടുക്കാൻ കഴിയാതെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. ലോകത്ത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അറബ് നാടുകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം പുനഃസ്ഥാപിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾക്ക് നിർഭയത്വം പ്രദാനം ചെയ്യുമാറാകട്ടെ. കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അസമാധാനത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സഹോദരങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവരുടെ നാട്ടിൽ സമാധാനം തിരികെ കൊണ്ടുവരുവാനും അവർക്ക് നിർഭയത്വത്തോടുകൂടി, സമാധാനത്തോടുകൂടി, ഐശ്വര്യത്തോടുകൂടി ജീവിക്കുന്നതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمؤمنين والمؤمنات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. السلام عليكم.